കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ HOD നീത നമുക്കൊപ്പം ചേരുന്നുണ്ട്. നീത മീൻസ് നമസ്കാരം. ഞാൻ റിപ്പോർട്ടർ TV യിൽ നിന്നാണ്. രണ്ട് കാര്യങ്ങൾ അറിയണം. ഈ ഫെബിന്റെ കാര്യം അറിഞ്ഞിരുന്നോ നീത മാം? ഈ തേജസ് എന്ന് പറയുന്ന ഒരു കുട്ടി അവിടെ പഠിക്കുന്നുണ്ടായിരുന്നോ? തേജസ് രാജ് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ ഒരു കുട്ടിയില്ല. ഈ കൊലപ്പെടുത്തിയ കുട്ടിയുടെ പേര് അല്ലെങ്കിൽ ആളുടെ പേര് തേജസ് രാജ് എന്നാണ്. അങ്ങനെ ഒരു പേര് മാം കേട്ടിട്ടില്ലല്ലോ? ഇല്ല ഇല്ല. ഈ ഫെബിൻ പഠിച്ചത് 2ാം വർഷ BC ആണല്ലേ? അതെ അതെ അതെ. ഈ എങ്ങനെയായിരുന്നു ക്ലാസ്സിലൊക്കെ? അദ്ദേഹം ക്ലാസ് റെഗുലർ ആയിരുന്നോ? അങ്ങനെ എന്തെങ്കിലും അവിടെ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഇടപെട്ടിരുന്നോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ ഫെബിനെ സംബന്ധിച്ച്? ഇല്ല, ക്ലാസ്സിൽ നല്ല അച്ചടക്കം ഉള്ള നല്ലൊരു കുട്ടിയായിരുന്നു. റെഗുലർ ആയിട്ട് വരുന്ന ഒരു കുട്ടിയായിരുന്നു. അതെ, റെഗുലർ ആയിട്ട് വരുന്ന കുട്ടിയായിരുന്നു. അവിടെ കോളേജിലെ ഏതെങ്കിലും സംഘർഷത്തിലോ അങ്ങനെ എന്തെങ്കിലും ഏർപ്പെട്ടിരുന്നോ ഇതിനു മുൻപ്? എന്തെങ്കിലും കേസുകളോ എന്തെങ്കിലും? ഇല്ല, ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല കോളേജില്. ഈ ഫെബിനെ അവസാനമായി മാമോ ഡിപ്പാർട്ട്മെന്റിൽ കണ്ടത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? ക്ലാസ് ഉണ്ടായിരുന്നു, ഇന്നും ക്ലാസ് ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ കണ്ടില്ല. ഇന്ന് ഞങ്ങൾക്ക് ഒരു മെറിറ്റ് ഡേ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ മെയിൻ ക്യാമ്പസിലായിരുന്നു. ഇവർ കത്തലാനി ക്യാമ്പസിലാണ് ഇവർക്ക് ക്ലാസ്. ഓക്കെ. ഫെബിൻ പൊതുവെ യൂണിയനിലൊക്കെ ആക്റ്റീവായ ആളാണോ? അല്ല അല്ല അല്ല. വളരെ നന്നായി പഠിക്കുന്ന വളരെ ഡിസിപ്ലിനായ ഒരു കുട്ടിയാണ് ഫെബിൻ. അതെ അതെ അതെ. ഈ ഫെബിനെ കുറിച്ച് ഓർക്കുമ്പോൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാനുണ്ടോ? അദ്ദേഹം മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടുകയോ സ്പോർട്സ് ആക്ടിവിറ്റിയോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, എനിക്ക് നല്ലൊരു കുട്ടി എന്നുള്ള ഒരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. നീത മിസ് ഓർമ്മിക്കുന്നുണ്ട് അല്ലേ ഫെബിന്റെ ഫേസ്? പിന്നെ ഈ എപ്പോഴാണ് മാം ഈ വിവരം അറിയുന്നത്? ഇപ്പം ഞങ്ങളുടെ കോർഡിനേറ്റർ സാറ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഹോസ്പിറ്റലിൽ കുട്ടിയുടെ ബോഡി കൊണ്ടുവന്നപ്പോ സാറ് വേറൊരു ആവശ്യത്തിന് അവിടെ ചെന്നതാണ്. അവിടെ രമ്യ മിസ്സും കൂടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ആ ഹോസ്പിറ്റലിൽ? അവരുടെ ക്ലാസ് ടീച്ചറാണ്. ഫെബിന്റെ ക്ലാസ് ടീച്ചറാണ് രമ്യ മിസ്. രമ്യ മിസ് 3 days ആയിട്ട് അവിടെ അഡ്മിറ്റ് ആണ്. ഓ, അവിടെ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴാണ് ഈ വിവരം അറിയുന്നത് അല്ലേ ടീച്ചറും? ഹോസ്പിറ്റലിൽ എന്നെ വിളിച്ചു, സാർ എന്നെ വിളിച്ചു പറഞ്ഞു. ഓക്കെ. ഇത് എപ്പോഴാണ് നടന്നതെന്നാ പറഞ്ഞത്? അങ്ങനെ എന്തെങ്കിലും വിവരം കിട്ടിയോ മാം? ഇല്ല, അങ്ങനെയൊന്നും അറിയില്ല. ഓക്കെ. ഇപ്പം മാം ഹോസ്പിറ്റലിൽ തന്നെയാണോ ഉള്ളത്? അല്ല അല്ല, തിരിച്ചു വീട്ടിൽ വന്നു അല്ലേ? ഓക്കെ മാം, താങ്ക് യു. നീത മിസ്സാണ് നമുക്കൊപ്പം ചേർന്നത്. അപ്പം ദിലീപ്, ഒരു കാര്യം ഉറപ്പാണ്, ഈ തേജസ് കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റിലുള്ള കുട്ടിയല്ല. ഇനി മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലുണ്ടോ എന്ന് നമുക്ക് വ്യക്തവുമല്ല. തേജസ് രാജ് കരുനാഗപ്പള്ളിക്കാരനുമാണ് സുജയ. അതെ, കൊല്ലം ഫാത്തിമ മാതാ കോളേജ് വിദ്യാർത്ഥിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ 2ാം വർഷ വിദ്യാർത്ഥിയുമായി ഈ കൊലപ്പെടുത്തിയ ആൾക്കുള്ള പക എന്താണ് ഇവർക്കിടയിലെ ബന്ധം? അതാണ് ഇനി അറിയേണ്ടത്. തേജസ് രാജിനെ അറിയുന്ന ആരെയും ഇതുവരെ നമുക്ക് അവിടെയൊന്നും എത്തിയതായോ അല്ലെങ്കിൽ അവരെയൊന്നും കണ്ടെത്താനോ സാധിച്ചിട്ടില്ല. ഇപ്പോൾ കോളേജിൽ നിന്ന് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് നൽകുന്ന വിവരം അനുസരിച്ച് ആ കോഴ്സിന് ഈ കുട്ടി അല്ലെങ്കിൽ ഇയാൾ പഠിക്കുന്നില്ല. തേജസ് രാജിന്റെ ഉദ്ദേശം അനുസരിച്ചുള്ള ഒരു പ്രായം പറയുന്നത് 30-നും 35-നും ഇടയിലാണ്. ഫിബിൻ ജോർജിന് 22 വയസ്സാണ് പ്രായം.